നമ്മൾ തീർത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശത്ത്, ആ പ്രദേശമോ സ്കൂളോ അതിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ പേരോ ഒന്നും അവിടെ പ്രസക്തമല്ല, അല്ലെങ്കിൽ അത് പരാമർശിക്കേണ്ട കാര്യമില്ല. ഒരു സ്കൂളിൽ +2 12ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു തമ്മിത്തല്ലുണ്ടായി. തമ്മിത്തലിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. കലോത്സവത്തിൽ അവതരിപ്പിക്കാനായിട്ട് 12ാം ക്ലാസ്സുകാരും 11ാം ക്ലാസ്സുകാരും കോൽക്കളി അവതരിപ്പിച്ചിരുന്നു കലോത്സവത്തിൽ. ഇത് രണ്ടും, ഈ രണ്ട് ഇവൻറ്റും അവർ ഷൂട്ട് ചെയ്ത്, മൊബൈൽ ഫോണിലായിരിക്കണം ഷൂട്ട് ചെയ്ത്, സോഷ്യൽ മീഡിയയിൽ അവരുടെ പേജുകളിൽ പോസ്റ്റ് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് ജൂനിയേഴ്സ് അവതരിപ്പിച്ച കോൽക്കളിക്കായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. അപ്പോൾ കൂടുതൽ ലൈക്ക് കിട്ടിയത് അവർക്കാണ്. ഇതിൻ്റെ പുറത്താണ് തർക്കം ഉണ്ടാവുകയും തമ്മിത്തലുണ്ടാവുകയും അവസാനം കുറച്ച് സീരിയസ് ആയി ഒരു കുട്ടിയുടെ പല്ല് ഇടിച്ചു കൊഴിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇത് വാർത്തയായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് നമ്മൾ ഈ സ്കൂൾ ഗ്രൂപ്പുകൾ, സ്കൂൾ വിദ്യാർത്ഥികളുടെ ഡിഫറെൻറ്റ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊന്ന് പരതി നോക്കിയത്. അപ്പോൾ പലയിടത്തും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ, കൂട്ടത്തല്ല് തന്നെയും ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ പേജുകൾ ഇടുന്ന പതിവ്, അതിന് ഷെയറും ലൈക്കും കിട്ടുന്ന അവസ്ഥ, ഇങ്ങനെ പല സംഗതികൾ ശ്രദ്ധയിൽപ്പെട്ട്. നമുക്കൊപ്പം സംസാരിക്കാനുള്ളത് പ്രൊഫസർ KM ഷെരീഫാണ്. അദ്ദേഹം ഫറൂഖ് കോളേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. നേരത്തെ സ്കൂൾ അധ്യാപകനായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം കോളേജ് അധ്യാപനത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളുമായിട്ടും അടുത്ത് പരിചയവും ബന്ധവുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹവുമായി സംസാരിക്കുന്നത്. നമ്മളിത് സംസാരിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം, നമ്മൾ എത്രത്തോളം ഈ ഗ്രൂപ്പിലുള്ള കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് അറിയുന്നുണ്ട്? സൊസൈറ്റി ആണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഒക്കെ. പൊതുവെ മലയാളിയുടെ ഒരു ബോധം എൻ്റർടൈൻമെൻ്റ് എന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. വാർത്ത പോലും എൻ്റർടൈൻമെൻ്റ് ആവുന്നൊരു ബോധം മലയാളിക്കുണ്ട്. അതുകൊണ്ട് ഈ തല്ലിനെയും ഒരു എൻ്റർടൈൻമെൻ്റ് രീതിയിൽ എന്നല്ലാതെ അതിൻ്റെ ഗൗരവത്തിൽ ഇതുവരെ ആരും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവേ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായി ലൈക്ക് കിട്ടുന്ന വീഡിയോസായിട്ട് കുട്ടികളുടെ അടി കാണുകയും അത് ഒരു പക്ഷേ നെഗറ്റീവ് കമൻറ്റുകളോട് കൂടിയോ അല്ലെങ്കിൽ നെഗറ്റീവ് ടാഗ് ലൈനോട് കൂടിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ കുട്ടികളെന്താ ഇങ്ങനെ എന്നൊക്കെയുള്ള കുട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളൊക്കെ ആളുകൾ നന്നായി ആസ്വദിക്കുന്നുണ്ട് എന്നതിൻ്റെ അപ്പുറത്ത് ഗൗരവത്തിൽ ഇതിനെ ആരും കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് തന്നെയാണ്. കാരണം അടി ഉണ്ടാക്കൽ സ്കൂളിൻ്റെ ഒരു ഡിഗ്നിറ്റി പോലെയാണ്. ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ നമ്മളിങ്ങനെ സംസാരിച്ച് നോക്കിയാൽ ഭയങ്കര രസകരമായ കാര്യങ്ങൾ കേൾക്കാം. ആ സ്കൂളിൽ പോയാൽ ഒരു രസവും ഇല്ല, ഒരു അടി പോലും ഇല്ലാത്ത സ്കൂളാണ്. അപ്പോൾ അടിയുള്ള സ്കൂളെന്ന് പറയുന്നത് കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ പോലെ ആയിത്തീർന്നു. അതിന് ഒരു കാരണമായിട്ട് തോന്നുന്നത് കോവിഡിന് ശേഷമുള്ള കുട്ടികളിൽ വന്ന വലിയ മാറ്റമാണ്. കോവിഡ് എന്ന് പറയുന്നൊരു ദുരന്തമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ദുരന്തത്തിന് തുടർച്ചയായിട്ട് അതിൻ്റെ പ്രതിഫലനങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ടുണ്ടാവാം. ആ നെഗറ്റീവായിട്ടുണ്ടാവുന്നതിനെ തിരുത്താൻ സമൂഹമോ അധ്യാപകരോ രക്ഷിതാക്കളോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പകരം അധ്യാപകർ ഇപ്പം കാണിക്കുന്നത് ഒരു വിഡ്രോവലാണ്. ഞങ്ങളിതിന് എന്തിനാണ് റിസ്കിന് നിൽക്കുന്നത്? സൊസൈറ്റിയും കാണിക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു അടി ഉണ്ടാകുന്ന സ്ഥലത്ത് പണ്ടായിരുന്നെങ്കിൽ പിള്ളേർ തമ്മിൽ അടി കൂടിയാൽ ആ അടി കാണുന്നുണ്ട് നിൽക്കുന്ന ഒരാളുണ്ടാവില്ലായിരുന്നു. പകരം ഇപ്പം മുതിർന്നവർ പോലും ആ അടി ഒന്നുകിൽ കണ്ടു നിൽക്കുകയോ അല്ലെങ്കിൽ വീഡിയോയിൽ പകർത്തുകയോ ഇപ്പോഴത്തെ കുട്ടികൾ എന്താ ഇങ്ങനെയെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയോ ചെയ്യുന്നത്. ആരും അതിനോട് ഫിസിക്കലായിട്ടുള്ളൊരു പ്രതികരണം നടത്തുന്നേ ഇല്ല. അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആര് എന്നൊരു ചോദ്യം ആണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ പകരം ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ മുഴുവനും കുട്ടികളെ കുറ്റം പറഞ്ഞ് പോവുകയാണ് എന്ന് എനിക്ക് തോന്നിയത്. ഈ കോവിഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കോവിഡ് ഒരു ദുരന്തം, ഒരു പകർച്ചവ്യാധി എന്നുള്ളതിനേക്കാൾ ഉപരി സാമൂഹ്യമായിട്ട് കുറേ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കുറേ കാലം നമ്മൾ വീട്ടിലടച്ചിരിക്കേണ്ടി വന്നു. കുറേ കാലം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ എന്താ പറയുക ത്രൂ ഓൺലൈനായി, ക്ലാസ്സുകൾ ഓൺലൈനായി. അപ്പോൾ ഇതുണ്ടാക്കിയൊരു വലിയ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ തമ്മിലുണ്ടാക്കിയ ഗ്യാപ്പുണ്ട്, കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഗ്യാപ്പുണ്ട്, കുട്ടികളും വിദ്യാലയവുമായിട്ടുള്ള ഗ്യാപ്പുണ്ട്, ആ അന്തരീക്ഷമായിട്ടുള്ള ഗ്യാപ്പുണ്ട്, കുട്ടികളും സമൂഹമായിട്ടുള്ള ഗ്യാപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വിടവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റ്, അതിൻ്റെ ഒരു ബാക്കിയാണോ ഇപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും തുടരുന്നുണ്ട്? അതാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം ഒന്ന്, അവർക്ക് പഴയ പോലെ അധ്യാപകരെ കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല.
കാരണം അവർ 3 വർഷത്തോളം ഓൺലൈനിലെ ക്ലാസ്സായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. ഓൺലൈനിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കുട്ടി കിടന്ന് ഇരുന്ന് ജ്യൂസ് കുടിച്ച് വേണമെങ്കിൽ ഫാസ്റ്റ് അടിച്ച് പോലും ക്ലാസ് കാണാം. അപ്പോൾ അധ്യാപകരുടെ ക്ലാസ് ഫാസ്റ്റ് അടിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അധ്യാപകരുടെ ക്ലാസ്സിൽ ഇപ്പോൾ അധ്യാപകർ തന്നെ പറയാറ് 10 മിനിറ്റിലധികം കുട്ടിക്ക് ശ്രദ്ധിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള. അപ്പോൾ ആ ശ്രദ്ധാദൈർഘ്യത്തിൻ്റെ കുറവ് വന്നത് കോവിഡിന് ശേഷമുള്ള കുട്ടികൾ കൂടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെ അറിയാമല്ലോ, നമ്മളിപ്പോൾ റീൽസ് എന്ന് പറയുന്നത് ചെറിയ ശ്രദ്ധ മാത്രം മതിയാവുന്നതായി. നേരത്തെ കുറച്ച് വലിയ വീഡിയോസ് ആയിരുന്നു യൂട്യൂബിലൊക്കെ വന്നിരുന്നത്. അപ്പോൾ ശ്രദ്ധാദൈർഘ്യം കുറഞ്ഞതിനനുസരിച്ചാണ് ഈ സോഷ്യൽ മീഡിയയിലെ വീഡിയോയുടെ കണ്ടൻറ്റിൻ്റെ അളവ് പോലും നമ്മൾ കുറക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരിക്കാൻ കുട്ടിക്ക് പറ്റുന്നില്ല. പിന്നെ മാനസികമായ റിലാക്സേഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത് +1 +2 ക്ലാസ്സുകളിലാണ്. അവിടെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള ഒരു ആക്ടിവിറ്റീസും ഇല്ല. പഠനം എന്നത് മാത്രം. ഈവൺ ആഴ്ചയിൽ ഒരു പീരീഡാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ ഇതുവരെ കേരളത്തിൽ നിയമിച്ചിട്ടേ ഇല്ല. അപ്പോൾ അവരുടെ ഈ എനർജി അവരെവിടെ കൊണ്ടുപോയി തീർക്കും എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. ആ എനർജി തീർക്കാനുള്ള വേദിയായിട്ടായിരിക്കാം ഒരു പക്ഷേ കുട്ടികൾ ഇതിനെ അടിയെ കാണുന്നത്. മാത്രവുമല്ല, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 6 ദിവസം ക്ലാസ് ആയിരുന്നു നേരത്തെ ഹയർ സെക്കൻഡറിക്ക് ഉണ്ടായിരുന്നത്. കാരണം പ്രീ ഡിഗ്രിയിൽ നിന്ന് +2 എന്ന് പറയുന്ന ഹയർ സെക്കൻഡറിയിലേക്ക് വേർപ്പെടുത്തിയപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റം, പ്രീ ഡിഗ്രിക്ക് 3 സബ്ജക്റ്റും 2 ലാംഗ്വേജ് ആയിരുന്നു പഠിച്ചത്. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ എത്തിയപ്പോൾ അത് 4 സബ്ജക്റ്റും 2 ലാംഗ്വേജായി. അത് 4 സബ്ജക്റ്റും കൂടെ പഠിപ്പിക്കാൻ വേണ്ട സമയം തന്നെ കുറവായിരുന്നു. എങ്കിലും ശനിയാഴ്ച കൂടി എടുത്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് മറ്റ് സ്കൂളുകൾക്കും കുട്ടികളുടെയൊക്കെ അവധി ദിവസവുമൊക്കെ ആയിട്ട് ഒരുപാട് ചർച്ചകൾ വന്നു. ശനിയാഴ്ച അവധി ദിവസമാക്കി. അവധി ദിവസമാക്കിയത് 9:30 തുടങ്ങുന്ന ക്ലാസ് 9 മണിക്കാക്കുകയും 4 മണിക്ക് അവസാനിക്കുന്ന ക്ലാസ് 4:45 വരെ നീട്ടുകയും ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പം 4 സബ്ജക്റ്റ് പഠിക്കുക, രാവിലെ 9 മണി മുതൽ 4:30 വരെ ക്ലാസ്സിലിരിക്കുക. പൊതുവേ അവർക്ക് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള എനർജി ബേസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഗെയിമിനോ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ എക്സസൈസിനോ പോലും ഒരു ചാൻസും ഇല്ലാതിരിക്കുന്ന ഒരു കുട്ടി അനുഭവിക്കുന്ന വലിയൊരു സംഘർഷം കൂടി നമ്മൾ കാണാതെ പോകരുത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ 2 കാര്യങ്ങളും ഇപ്പോൾ പോസ്റ്റ് കോവിഡ് സിനാരിയോ ഇത് പരിഹരിക്കാനായിട്ട് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മൾ പല വിധത്തിൽ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട്. ചിലപ്പോൾ തുടർച്ചയായിട്ടുള്ള ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് കുറേ ആളുകൾ അനുഭവിക്കുന്നു. മറ്റുള്ളവർ ഈ തരത്തിലുള്ള ഇത് നമുക്കറിയാം. ഇത് പരിഹരിക്കാനും ഇത് ഏതെങ്കിലും തരത്തിൽ അതിനൊരു വേ ഔട്ട് ഉണ്ടാക്കാനും എന്തെങ്കിലും ശ്രമങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഞാൻ സ്കൂളുകളെയും കോളേജുകളെയും ഉദ്ദേശിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതെ, നേരിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ പോലും അതിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അധ്യാപകർ കുറച്ചുകൂടി ശക്തിപ്പെടുക എന്നുള്ളതാണ് ഇതിലുള്ള പ്രധാന കാര്യം. അതായത് ഒന്ന്, അറ്റൻഷൻ സ്പാൻ കുറയുന്ന സമയത്ത് കുറഞ്ഞ സ്പാനിനനുസരിച്ച് നമ്മുടെ ക്ലാസ്സിനെ മാറ്റേണ്ടതുണ്ട്. അതിന് കുറേ പരിമിതിയുണ്ട്. അധ്യാപകരെ മാത്രമായിട്ട് കുറ്റം പറയാൻ കഴിയില്ല. അതിലൊന്നാമത്തേത് നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന ബോധന രീതി, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ബോധന രീതി വിദേശ രാജ്യങ്ങളിൽ വളരെ സക്സസ് ആയതാണ്. പക്ഷേ ഹയർ സെക്കൻഡറി അടക്കമുള്ള ക്ലാസ് റൂമുകളിൽ 60 കുട്ടികളാണ് ഇരിക്കുന്നത്. അപ്പം ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് സ്ട്രാറ്റജീസ് അവിടെ നടക്കുന്നില്ല. പൊതുവെ ഇത്തരത്തിൽ നടക്കാൻ പറ്റിയ എല്ലാ കുട്ടികളെയും അറ്റൻഡ് ചെയ്യാൻ പറ്റിയതായിരിക്കുന്ന ഒരു സാഹചര്യം ടീച്ചേഴ്സിനില്ല. അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും ഈ നോളേജ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം ചെയ്തുകൊണ്ടിരിക്കും. കുട്ടികളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സമയം കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പോസ്റ്റ് കോവിഡ് സിനാരിയോ മറികടക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ അടക്കമുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ ക്ലാസ്സിൽ തന്നെ ധാരാളം സമയം നമ്മൾ അറ്റൻഷൻ സ്പാൻ കുറയുന്ന ഗ്യാപ്പിൽ അടുത്തൊരു സാധനത്തിൻ്റെ അടുക്കുക, അതിന് ഈ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റിമുലസ് വേരിയേഷൻ കൊടുക്കുക എന്നാണ്. ഒരേ സ്റ്റിമുലസിൽ കൊടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് ബോറടിക്കുക. അപ്പോൾ സ്റ്റിമുലസിൽ വെറൈറ്റി കൊണ്ടുവരണം. അപ്പോൾ അത്രയും വെറൈറ്റി കൊണ്ടുവന്ന് ക്ലാസ് എടുക്കാനുള്ള സമയപരിമിതിയുണ്ട്. അതിന് മാനസികമായി തയ്യാറാവാത്ത അധ്യാപകരുണ്ട്. പിന്നൊന്ന്, അധ്യാപകരെ പിൻവലിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പോലും രക്ഷിതാക്കൾ അധ്യാപകരുടെ പക്ഷത്തായിരുന്നു നിന്നിരുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായി കേരളത്തിൽ അധ്യാപകരെ ശത്രുപക്ഷത്താണ് രക്ഷിതാക്കൾ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് ഒരു ടൂറിൻ്റെ വിഷയം വന്നപ്പോൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, അധ്യാപകരുടെ എന്തോ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നടത്തുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയ പോലും അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊരു കരിക്കുലത്തിൻ്റെ ഭാഗമാണെന്നും അതിന് അധ്യാപകരെടുക്കുന്ന എഫേർട്ടിനൊന്നും നമ്മൾ
ശ്രദ്ധിക്കാതെ പോകുക എന്നുള്ളത് വലിയ സങ്കടകരം തന്നെയാണ്. അപ്പോൾ പൊതുവേ അധ്യാപകരെ ശത്രുക്കളായി നിർത്തുകയും രക്ഷിതാക്കൾ കുട്ടിയോടൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അധ്യാപകരിൽ ഉണ്ടാകുന്നൊരു മാനസിക സംഘർഷമുണ്ട്. ഞങ്ങൾ എന്തിന് ഇങ്ങനെ, അപ്പം ഞാൻ എൻ്റെ ജോലി ചെയ്താൽ മാത്രം പോരെ, കുട്ടി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന അവസ്ഥയിലേക്ക് അധ്യാപകർ മാറി. ഇവിടെ ശരിക്കും അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസത്തിന് നമ്മളെപ്പോഴും 3 ടയർ സിസ്റ്റം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയെ നമുക്ക് 3 ടയറുള്ള വാഹനം കാണുന്നത് പോലെ വിദ്യാഭ്യാസം കണ്ടാൽ മുന്നിലെ ചക്രമായിരിക്കും വിദ്യാർത്ഥി എന്ന് കണക്കാക്കുക. കാരണം ആ കുട്ടിയാണ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത്. പുറകിലെ ചക്രം ടീച്ചറും പാരൻറ്റുമാണ്. അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്. ഈ അസോസിയേഷനാണ് ശരിക്കും മുന്നിലെ ചക്രത്തെ നയിക്കുന്നത്. പക്ഷേ ഈ അസോസിയേഷൻ ഇപ്പോൾ സ്ട്രോങ് അല്ല. ഗവൺമെൻറ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് SMC നിർബന്ധമായും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ സ്കൂളിലും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷേ കൃത്യമായ മീറ്റിങ്ങോ രക്ഷിതാക്കളുടെ ഇടപെടലുകളോ നടക്കുന്നില്ല. അപ്പോൾ അധ്യാപകനും രക്ഷിതാവിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടിയെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. അതിന് അവർ രണ്ടുപേരുമാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്. അങ്ങനെ അധ്യാപകരെ വിശ്വാസത്തിലെടുക്കുകയും രക്ഷിതാക്കൾ അധ്യാപകരെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്ത് രണ്ടുപേരും കൂടെ ശ്രമം നടത്തിയാലേ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. അത് ഈ സമൂഹത്തിൽ കുട്ടികൾ പ്രശ്നമോ അടിയോ അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ഒരു പക്ഷേ ഒരു കുട്ടികളെ നമ്മൾ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ എന്നത് അടുത്തൊരു ചോദ്യമാണ്. അവിടെ കുട്ടികൾ എത്തിപ്പെടേണ്ടാത്ത സാഹചര്യങ്ങളിൽ കണ്ടാൽ പോലും പണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ അതിൽ ഇടപെടിയിരുന്നു. ഇപ്പോൾ ആരും ഇടപെടുന്നില്ല. എന്തിനാണ് ഞങ്ങൾ ഇടപെട്ട് ഞങ്ങൾ കേസിൻ്റെ കൂട്ടത്തിന് പോകുന്നത്? പൊതുജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അധ്യാപകർ ചോദിക്കുന്നത് ഞങ്ങൾ എന്തിനാണ് നിയമത്തിൻ്റെ നൂലാമാലകൾക്ക് വേണ്ടി പോകുന്നത്? കുട്ടി എന്തോ ആയിക്കോട്ടെ. ഈ ഒരു വിഡ്രോവൽ വന്നതും ഭയങ്കരമായ നെഗറ്റീവാണ്. കാരണം അതിന് പകരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ SMC ഇടപെടേണ്ടതുണ്ട്, രക്ഷിതാക്കൾ ഇടപെടേണ്ടതുണ്ട്, നാട്ടിലെ ആളുകൾ ഇടപെടേണ്ടതുണ്ട്. കുട്ടികളിങ്ങനെ അടിച്ച് ചാവേണ്ടവരല്ല എന്നുള്ള ഒരു ബോധം എല്ലാവരിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതിലൊരു ഇപ്പം ഈ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ആളുകളുടെ ഇടപെടലിനെ അതൊരു സദാചാര കമ്മിറ്റിയുടെ ഇടപെടലായിട്ട് പലപ്പോഴും പറയാറുണ്ട്. അല്ലെങ്കിൽ ആ സാഹചര്യം അവിടെ ഉണ്ടാകാറുണ്ട്. സദാചാര കമ്മിറ്റി പോലെ ഇടപെടുന്ന സാഹചര്യം അവിടെ ഉണ്ടാകാറുണ്ട്. അധ്യാപകരുടെ ഇടപെടൽ ചിലപ്പോൾ ഒരുതരം അധികാര പ്രയോഗമായിട്ട് മാറാറുണ്ട്. രക്ഷിതാക്കളെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ഇപ്പോൾ പഴയ അതല്ല, മിക്കവാറും ഒക്കെ ചെറിയ കുടുംബങ്ങളാണ്. അപ്പോൾ അവർക്ക് കുട്ടികളോടുള്ള വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെന്തും കുട്ടികളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഘടകങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. പക്ഷേ അവിടെ നമ്മൾ ഇപ്പോഴും കുട്ടിയെ വ്യക്തിയായി കാണാത്ത സമൂഹത്തിൻ്റെ കുഴപ്പമാണത്. ഈ പറയുന്ന അധ്യാപകൻ അധികാരപ്രയോഗം നടത്തുന്നത് തനിക്ക് അധികാരം കാണിക്കാനുള്ള ഒരാളാണ് എന്ന ബോധം അധ്യാപകരിൽ കിടക്കുന്നത് കൊണ്ടാണ്. ആ കുട്ടി ഒരു വ്യക്തിയായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. ആ കുട്ടിക്ക് കുട്ടിയുടേതായിരിക്കുന്ന ആവശ്യങ്ങൾ. കാരണം മിക്കപ്പോഴും ഈ സ്കൂളുകളിൽ നടക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിൽ നടക്കുന്ന മാനസിക സംഘർഷത്തിലെ പ്രധാന സാധനം മുടി വെട്ടിക്കലാണ്. അധ്യാപകൻ്റെ ബോധത്തിനനുസരിച്ചുള്ള മുടിയുമായിട്ടേ കുട്ടികൾ ക്ലാസ്സിൽ വരാവൂ. അത്തരത്തിലുള്ള ധാരണ. കുട്ടി ഒരു വ്യക്തിയാണ്. കുട്ടിക്ക് മുടി നീട്ടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സൗഹൃദം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സൗഹൃദത്തിൻ്റെ ശരിതെറ്റുകൾ തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന അവസരമുണ്ട്. അതേസമയം പലപ്പോഴും ഒന്ന് സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റും സമൂഹത്തിൻ്റെ തന്നെ ചില ശരികൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയും കൂടി ഉണ്ടെന്നുള്ളത് തിരിച്ചറിയണം. അത് രക്ഷിതാവും, അതായത് കുട്ടിയുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും അംഗീകരിച്ചു കൊണ്ട് തന്നെ നിലനിൽക്കേണ്ട ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സോഷ്യൽ മീഡിയ നിരോധിച്ചത് കൊണ്ടാണ്. 16 അതെ, അത് അങ്ങനെ ഒരു സാധനം വരുന്നത് അതുകൊണ്ടാണ്. പ്രീഫ്രണ്ടൽ ലോബ് എന്ന് വിളിക്കുന്ന നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് റോങ് എന്ന തിരിച്ചറിവുണ്ടാക്കുന്നത്. ആ ഭാഗം വികസിക്കുന്നത് 18 വയസ്സിലാണ്. അതുകൊണ്ടാണ് 18 വയസ്സുവരെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റത്തെ കുറ്റമായിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല. കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് പറയുന്നത്. സാറ് നേരത്തെ പേര് സൂചിപ്പിക്കാതിരുന്നത് ഈ ഒരു കുട്ടികളുടെ കാര്യത്തിൽ പറയുന്ന സമയത്ത് സ്കൂളിന്റെ പേരോ അത് നിയമം മൂലം അവർക്ക് കൊടുക്കുന്ന ഒരു സംരക്ഷണമാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ കുറ്റം ചെയ്യുന്നില്ല, പകരം കുറ്റത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തവരാ. ആ ബോധമുള്ള ആളുകളല്ലേ അവർക്ക് ആ ബോധം കൊടുക്കേണ്ടത്. ആ ബോധം കൊടുക്കുന്നത് അധികാരം ഉപയോഗിച്ചിട്ടാവരുത്. പകരം പുതിയ കാലത്തെ കുട്ടികളെന്ന് പറയുന്നത് രക്ഷിതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് ചെറിയ ഫാമിലിയിലേക്ക് വന്നപ്പോൾ രക്ഷിതാവും കുട്ടിയും തമ്മിലുള്ളൊരു ബന്ധം ഫ്രണ്ട്ഷിപ്പിൻ്റെ ബന്ധം, അധികാരത്തിൻ്റെ ബന്ധമല്ല. നമ്മളുടെ കുട്ടിക്കാലത്ത്, അതായത് ടീച്ചറുടെ കുട്ടിക്കാലത്ത് അധികാരത്തിൻ്റെ ബന്ധമാണ്. അച്ഛനെന്ന് പറയുന്നത് വലിയൊരു ഡിസ്റ്റൻസിലുള്ള ഒരാളായിരുന്നു. ഇപ്പം അതല്ല. അപ്പോൾ കുട്ടി 6 വയസ്സിൻ്റെ മുൻപേ അനുഭവിക്കുന്നതാണ് കുട്ടിയുടെ ചിന്തയെ സ്വാധീനിക്കുന്നതിനുള്ള പഠനം നടന്നിട്ടുണ്ട്. അപ്പോൾ 6 വയസ്സ് വരെയോ അല്ലെങ്കിൽ 12 വയസ്സ് വരെയോ കുട്ടി അനുഭവിക്കുന്നൊരു സാധനം
മുതിർന്നവരൊക്കെ കുട്ടിയുടെ ഫ്രണ്ട്സായിട്ടാണ്. അപ്പോൾ ടീച്ചറെയും കുട്ടി കാണുന്നത് ഫ്രണ്ടായിട്ടാണ്. പക്ഷേ ടീച്ചർക്ക് ഒരിക്കലും കുട്ടിയെ ഫ്രണ്ടായി കാണാൻ പറ്റുന്നില്ല. അതിനുള്ള പ്രൊജക്റ്റുകൾ സർക്കാർ കൊണ്ടുവന്നു. ഹയർ സെക്കൻഡറിയിൽ ടീച്ചർ കുട്ടിയോട് ഫ്രണ്ടായി കാണാനുള്ളൊരു ക്ലബ്ബ് അടക്കമുണ്ട്, സൗഹൃദ ക്ലബ്ബ് എന്നതിൻ്റെ പേര്. എല്ലാ ടീച്ചേഴ്സിനെയും കുട്ടികളുടെ സുഹൃത്തുക്കളാക്കാനാണ്. എൻ്റെ പേര് പോലും അങ്ങനെയാണ്, സൗഹൃദ ക്ലബ്ബ്. അപ്പോൾ സൗഹൃദയുടെ ടീച്ചർ മാത്രം കുട്ടിയോട് സൗഹൃദം ഉണ്ടാക്കിയാൽ മതി എന്ന അന്തരീക്ഷം മാറിയിട്ട് അധ്യാപകർക്ക് കുറച്ചുകൂടി മനഃശാസ്ത്രപരമായ വ്യക്തിയെ പരിഗണിക്കുന്ന, ലോകരാജ്യങ്ങളിലൊക്കെ കുട്ടികളെ കാണുന്ന രീതിയിൽ കുട്ടികളെ കാണാൻ പറ്റിയ പരിശീലനങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഞാൻ വേറെ കാര്യം കൂടെ ചോദിച്ചിട്ട്, ഇപ്പോൾ നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ കുട്ടികൾ തമ്മിൽ ഉണ്ടാവാറുണ്ട്, ഗ്യാങ്ങുകൾ ഉണ്ടാവാറുണ്ട്. ആ ഗ്യാങ്ങുകൾ ചിലപ്പോൾ പരസ്പരം കലഹിക്കാറുണ്ട്, ചിലപ്പോൾ ഇടികൂടാറുണ്ട്, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ രക്ഷിതാക്കൾ ഇടപെടാറുണ്ട്, ചിലപ്പോൾ അധ്യാപകർ ഇടപെടാറുണ്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ രക്ഷിതാക്കളും അധ്യാപകരും മിക്കവാറും ഒക്കെ ഒരു പക്ഷത്താണ് നിൽക്കാറ്. അതുണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഇതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ട് സ്കൂളിന് പുറത്തു വെച്ചിട്ടാണ് ഈ ഗ്യാങ്ങുകൾ തമ്മിൽ മിക്കവാറും ഏറ്റുമുട്ടുന്നത്. അതുപോലെ ഇതിൻ്റെ വെല്ലുവിളികൾ നടക്കുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ട് ഇന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് പോയി തല്ലുണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഈ തല്ല് തന്നെയും അവർ തന്നെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. ആ ചില വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക എങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെ അവനവൻ്റെ സഹപാഠിയായ അല്ലെങ്കിൽ അവനവൻ്റെ കൂട്ടുകാരനായ വേറൊരാളെ ഇങ്ങനെ മർദ്ദിക്കുക എന്ന് നമുക്ക് എന്താ പറയുക സംശയം തോന്നി. അത്ര ഭീകരമായിട്ടുള്ള വീഡിയോസൊക്കെ ചിലത് കാണാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ മുമ്പില്ലാത്ത വിധത്തിലുള്ളൊരു അക്രമോത്സുകത കുട്ടികൾ കൂടുന്നുണ്ടോ? അതിന് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വീരന്മാരാവുക, അവിടെ ആ ലോകത്ത് ഉള്ള വിഹാരം, അവിടുത്തെ ഒരു ഫെയിം, ഇത് അവരെ വല്ലാതെ ഈ ഒരു ജനറേഷനെ പല രീതിയിൽ വിളിക്കപ്പെടുന്നുണ്ട്. അതൊരു സി ജനറേഷൻ എന്ന് പറയുന്ന 94 മുതൽ 2010 വരെയുള്ളവരെ അത് നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനമാണ്. അത് കഴിഞ്ഞ ശേഷം ആൽഫ ജനറേഷൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഈ സി ജനറേഷൻ്റെയും ആൽഫ ജനറേഷൻ്റെയും വേറൊരു കോമൺ പ്രത്യേകതയായിട്ട് പറയുന്നത് ഏജ് ഓഫ് സ്പെക്ടാക്കിൾസ് എന്നാണ്. അതായത് കാഴ്ചയ്ക്കാണ് അവരെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ഈ പിക്മാക്കിൻ്റെ എനിക്ക് തോന്നുന്നത്, അതായത് ഒരു ടൂറിസ്റ്റ്, ഒരാൾ ഒരു ക്യാമറ കയ്യിലുള്ള ഒരാൾ ടൂറിസ്റ്റ് ആവുന്നു എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ടൂറിസ്റ്റിനെ പോലെ എന്ത് കാര്യത്തെയും വിഷ്വലാക്കാൻ വേണ്ടി ശ്രമിക്കാൻ. ഈ വിഷ്വലിനെ ശക്തിപ്പെടുത്തുന്ന നമ്മളുടെ സിനിമകൾ പോലുള്ള കുറേ ഘടകങ്ങൾ ഇതിലുണ്ട്. സിനിമ എന്ന് പറയുന്നതിൽ ഏറ്റവും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ കൗമാരക്കാർ ആകർഷിച്ചത് മുഴുവനും ഇത്തരത്തിൽ അടി നന്നായി നടത്തുന്ന നായകർ വരുന്ന സിനിമകളാണ്. അപ്പോൾ ആ തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെയും സിനിമയുടെയും ഒക്കെ സ്വാധീനം ഉണ്ടാവുകയും ആ നായകരുടെ സ്ഥാനത്തേക്ക്, നമ്മളുടെ കുട്ടിക്കാലത്തെ നായകൻ എപ്പോഴും ഒരു ധാർമ്മിക പക്ഷത്തേക്ക് പോകുന്നതായി, ധാർമ്മിക പക്ഷത്തായിരുന്നു. അതിന് വ്യത്യസ്തമായ നായകന്മാർ വന്നതും ഒരു പക്ഷേ ആയേക്കാം. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ലാതായി മാറിയെന്നത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ സാർ പറഞ്ഞ കാര്യം, അതായത് അവർ ത്രെഡ്സാണ് അത്ര ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം അതിൽ പാരൻസും ടീച്ചേഴ്സും ഇല്ല എന്നുള്ളതാണ് അവരെ. ഇപ്പോൾ നേരത്തെ ഇൻസ്റ്റാഗ്രാം വന്നപ്പോൾ യുവാക്കളുടേതാണെന്ന് പറഞ്ഞതുപോലെ കൗമാരക്കാരുടേതായിട്ട് ഇപ്പോൾ ത്രെഡ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരൊരു വെന്യൂ കാണിക്കാൻ, അതായത് പണ്ടൊക്കെ സ്കൂളിൻ്റെ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തായിരുന്നു അടി നടന്നിരുന്നത്, അല്ലെങ്കിൽ കോമ്പൗണ്ടർ തൊട്ട് പുറത്തായിരിക്കും. അപ്പോൾ അവിടെ ടീച്ചേഴ്സ് കാണുന്നൊരവസ്ഥയുണ്ട്. ഇവിടെ അതിന് പകരം ഏതെങ്കിലും ഒരു വെന്യൂ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ വാടാ കാണിച്ചു തരാമെന്ന, അധ്യാപകർ പോലും ഇത് അറിയുന്നില്ല. പിന്നെ അടി നടക്കുമ്പോൾ മറ്റുള്ളവരാരെയും വന്ന് പറഞ്ഞിട്ടാണ് അധ്യാപകരൊക്കെ ഈ ഒരു കാര്യം അറിയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ അടി നടക്കാനുള്ള വെന്യൂ അടക്കം നിശ്ചയിച്ച് ഷൂട്ട് ചെയ്യാനുള്ള ആളുകളെ അടക്കം നിർത്തിയിട്ടാണ് ഈ അടി നടക്കുന്നത്. എന്നിട്ട് ഈ പ്രിൻസിപ്പൾ എന്നോട് പറയാണ്, അടിയൊക്കെ നടന്ന് നമ്മളാകെ ടെൻഷനായി, പക്ഷേ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്സായിട്ടും നടക്കുന്ന കാണുന്നത്. അപ്പോൾ ഇതൊരു പക്ഷേ അവർ ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കുട്ടികൾ ഈ അടിയെ കാണുന്നു എന്നുള്ളത് വലിയ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം അവരിൽ അതിൻ്റെ മുകളിൽ ശത്രുതയൊന്നും അവരിൽ വരുന്നില്ല. അടി കഴിഞ്ഞ് പിന്നെയും അവർ സുഹൃത്തുക്കളാവുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഈ അടി കഴിഞ്ഞിട്ട് അവർ സുഹൃത്തുക്കളാവുന്നുണ്ട്, അതിലത് അവർ എൻ്റർടൈൻമെൻറ്റ് മോഡിലാണ് അവർ ഒരു പക്ഷേ കാണുന്നുണ്ടാവുക. അതവർ ദീർഘമായി, അതായത് ആ അടി നടക്കുന്നൊരു സമയത്തുള്ള പ്രശ്നം എന്നുള്ളത് കഴിഞ്ഞാൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ഈ വയലൻസ് അപകടകരമായ രീതിയിൽ ഉണ്ടാകുന്നു. മാത്രമല്ല വയലൻസ് എന്ന് പറയുന്നത് അതൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ തന്നെയാണ്. അത് ആ നിമിഷത്തേക്കാണെങ്കിൽ പോലും അത് വലിയ അപകടമുള്ള കാര്യമല്ല. അതാണ് ഞാൻ ചോദിച്ചത്. അതെ, അത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ചിന്ത കുട്ടികൾ, അതൊരു പക്ഷേ ഈ പറയുന്ന
ശരിയും തെറ്റ് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടിയുടെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ, നേരത്തെ ആണെങ്കിൽ സിനിമ കാണുന്ന ആളുകളുടെ എണ്ണം ഒരു പക്ഷേ രക്ഷിതാക്കളോടൊപ്പം പോയിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും എല്ലാ സീനുകളും ഇറങ്ങുന്നതിൻ്റെ മുമ്പൊക്കെയാണ്. ഇന്ന് ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ മൊത്തത്തിൽ ഫീഡ്ബാക്ക് പറയുന്നത് ആകെ നോക്കിയാൽ ഒരു പുഷ്പ 2 ആയിരുന്നു എന്ന്. ഇതാണ് അവരുടെ ഒരു കമ്പാരിസൺ പോകുന്നത്. അതാണ് ക്ലാസിൻ്റെ ഫീഡ്ബാക്കിൽ അവർ എത്തുന്നൊരു സാധനം. അത്രമാത്രം അവർക്ക് ഫിലിമിലെ നായകരെ സ്വാധീനിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു ഘടകം ഇതിലുണ്ടായേക്കാം. ഈ വേറൊരു കാര്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവിൽ ഇവിടെയൊക്കെ ഈ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പലതും നമ്മളുടെ മുമ്പിലേക്കുണ്ട്. ഇപ്പോൾ പല കേസുകൾ, ഇപ്പോൾ കുട്ടികളെ പിടിക്കുന്ന പല കേസുകളും, കുട്ടികൾ ഇൻവോൾവ് ആവുന്ന, കുട്ടികളെ പിടിക്കുക എന്ന് ഞാൻ പറയുന്നില്ല, കുട്ടികൾ ഇൻവോൾവ് ആവുന്ന പല കേസുകളും നമ്മളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്വാധീനം ഒരുപക്ഷെ ഇത്തരം വയലൻസ് കൂടുന്നതിനൊരു കാരണമാവുന്നുണ്ടാവില്ലേ? അതും പഠിക്കേണ്ട കേസ് തന്നെയാണ്. പൊതുവേ ഈ നമ്മളുടെ ജനറലൈസേഷൻ ഇക്കാര്യത്തിൽ ഒഴിവാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 5% ആണ്, അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കാം ഇത്തരത്തിലൊക്കെ പോകുന്നത്. അപ്പം പക്ഷെ നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ മൊത്തം മയക്കുമരുന്നാണ് എന്നല്ല. അതെ, ജനറലൈസ് ചെയ്ത് പോവുക. അതിന് പകരം ആ 5% ചെയ്യുന്നത്. ആ 5% കാരണം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളുള്ള ഇപ്പോഴത്തെ ഒരു അവസരം എന്ന് പറയുന്നത് ഇത്തരത്തിൻ്റെ കൈമാറ്റത്തിനൊക്കെ ഉള്ള അവസരങ്ങൾ ധാരാളം കൂടി. ഇപ്പം കുട്ടികളുടെ ഒരു വലിയ തെറ്റിദ്ധാരണ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഹാപ്പിനെസ് നൽകും. ഇനി ചിലടത്ത് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യൻ എന്നോട് പറഞ്ഞത്, ആദ്യമായിട്ട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ബ്രെയിൻ സ്ട്രോങ് ആവാനുള്ള മരുന്നാണ്, നമുക്ക് നല്ല മെമ്മറി കിട്ടും, അപ്പോൾ എക്സാമിൻ്റെ 2 ദിവസം മുമ്പേ ഇത് കഴിച്ചാൽ നമുക്ക് നല്ല. അപ്പോൾ അവന് ഇങ്ങനെ ഇത്തരത്തിൽ ഉപയോഗിച്ച സമയത്ത് അവൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ ധാരാളം വായിക്കാൻ പറ്റിയത്രേ. പക്ഷേ അതിൻ്റെ ഹാങ് ഓവർ എത്തിയപ്പോഴാണ് അവന് അതിൻ്റെ ഒരു സത്യം തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഇടയിൽ ഇത് കൊടുക്കുന്നത്. പിന്നെ ഡാൻസൊക്കെ പോലെയുള്ള സന്ദർഭങ്ങളിൽ കൂടുതൽ സമയം എനർജി കിട്ടണമെങ്കിൽ ഇത്തരം മരുന്ന് വേണമെന്ന് പറയും. പക്ഷേ മറ്റുള്ള ഇപ്പോൾ മദ്യം, പുകവലിയൊക്കെ പ്രശ്നമായിട്ട് ഇത് ഹാങ് ഓവർ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ വീണ്ടും ഉപയോഗിക്കേണ്ടി വരികയും അങ്ങനെ കണ്ടിന്യൂഷൻ പോകുന്ന സിന്തറ്റിക് മരുന്നുകൾ അതിന് പ്രത്യേകിച്ച് മണമില്ല എന്നുള്ളതൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു പോലീസ് ഓഫീസർ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അതിൽ കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ അതിൻ്റെ ഒരു അവസരമാണ്. പ്രത്യേകിച്ച് കൈമാറ്റത്തിനുള്ള അവസരമുണ്ട്, സന്ദേശങ്ങൾ കൈമാറാനുള്ള അവസരമുണ്ട്. അത്തരത്തിലൊരു ജാഗ്രത ഇല്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. ഇനി ഇത്തരത്തിൽ അടിയുണ്ടാക്കുന്ന കുട്ടികളിൽ അതുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പൊതുവെ അങ്ങനെ ഇതുവരെ അധ്യാപകരുടെ അടുത്ത് നിന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ അടി എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഇടയിൽ പോലും അത് ഞങ്ങളുടെ ഒരു അവകാശമാണ് എന്ന രീതിയിൽ, നേരത്തെ നമ്മൾ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികൾ അടി ഉണ്ടാക്കുന്നത് കാണാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് പെൺകുട്ടികൾ അടി ഉണ്ടാക്കിയത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഇതിന് ഞങ്ങൾക്കും കൂടി വേണ്ടതാണ് എന്ന തരത്തിൽ കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങിയോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരം വാർത്തകൾ, അതായത് വാർത്തയ്ക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ, വാർത്തകൾ ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ് എന്നും. അതുകൊണ്ട് ഇത് വാർത്തകളായി വരുമ്പോൾ എന്താ ഞങ്ങളുടെ സ്കൂളിൽ നടത്തിയാൽ എന്ന തോന്നലൊക്കെ ഉണ്ടായേക്കാമെന്ന് തോന്നുന്നു. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചിട്ട്, പൊതുവിൽ ഈ പുതിയ കാലത്തെ കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു, അവർ ഇടപഴകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള സ്ഥലങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അവർ ഇടപഴകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ആ സ്ഥലങ്ങളെ എങ്ങനെ പോസിറ്റീവായി ഉപയോഗിക്കാം എന്നുള്ളൊരു ധാരണ അവർക്ക് കൊടുക്കുന്നതിൽ നമുക്കുണ്ടാകുന്നൊരു പരാജയം, അവരെ തന്നെയും ഇപ്പോൾ വ്യക്തി എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കുന്നതിൽ നമുക്ക് പറ്റുന്നൊരു പരാജയം, ഇതിൻ്റെയൊക്കെ കൂടെ ബാക്കിയായിട്ട് നമ്മളിതിനെ കാണണം. ഈ പറയുന്ന ഉറപ്പായിട്ടും കാണണം. മാത്രമല്ല സ്കൂൾ എന്ന് പറയുന്നത് നമ്മളുടെ ഈ കോഗ്നിറ്റീവ് ലെവലിൽ കൊടുക്കാനുള്ളൊരു സ്ഥാപനമായി മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കുട്ടികളുടെ അഫക്റ്റീവ് ഡൊമൈനോ അല്ലെങ്കിൽ അവരുടെ സൈക്കോമോട്ടർ ഡൊമൈനോ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. ഒരു വൈകാരികമായ അടുപ്പം പോലും കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിനോട് ഇല്ലാതെ മാറി. കാരണം അവരുടെ ഒരു എന്താ പറയുക, ഒരു ജയിൽ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന കുറേ അറിവുകൾ കുത്തിനിറയ്ക്കുന്ന, ആകെ നേരത്തെ കുട്ടിക്കാലത്തും കോഗ്നിറ്റീവ് ഡൊമൈനായിരുന്നു പ്രാധാന്യം കൊടുത്തത് എങ്കിൽ പോലും നമ്മളുടെ കുട്ടിക്കാലത്തും അന്ന് നമുക്ക് ആ അറിവ് സ്കൂളിൽ നിന്ന് മാത്രമേ കിട്ടുള്ളായിരുന്നു. ഇപ്പോൾ കുട്ടികൾ എന്തിനാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നത്? കുട്ടികളുടെ മനസ്സിലുള്ളൊരു ചോദ്യം അതാണ്, ഞങ്ങൾ എന്തിന് സ്കൂളിൽ പോകണം?
ക്ലാസ് ടീച്ചർ എടുക്കുന്നതിനേക്കാൾ നല്ല ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതെ. പിന്നെ പ്രത്യേക ചില കമ്പനികളൊക്കെ കൊടുക്കുന്ന രാത്രിയിൽ അടക്കമുള്ള ലൈവ് ക്ലാസ്സിൽ ലക്ഷം കുട്ടികളാണ് അറ്റൻഡ് ചെയ്യുന്നത്. രാത്രിയിൽ മാത്രം കൊടുക്കുന്ന ക്ലാസ് 11 മണിക്കോ 12 മണിക്കോ തുടങ്ങുക, എന്നിട്ട് 1 മണി 2 മണി വരെ അവരുടെ ലൈവ് ക്ലാസ്. അതിലെ ആ ക്ലാസ്സിൽ നമ്മൾ അവരുടെ വ്യൂഷിപ്പ് നോക്കിയാൽ ഏതാണ്ട് 10,000 20,000 ഒക്കെ ആളുകളാണ് ഓരോ ടീമിൻ്റെയും ക്ലാസ്സിലിരിക്കുന്നത്. അപ്പോൾ പരീക്ഷ എഴുതാൻ സ്കൂളിൽ പോകേണ്ടതില്ല, ഈ ചാനലുകൾ രാത്രി പരീക്ഷയുടെ തലേന്ന് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയാൽ മതി എന്ന വലിയ ബോധം കുട്ടികളുണ്ട്. ഈ തിരിച്ചറിവ് അധ്യാപകരുണ്ടാവുകയും അവർ പഠിപ്പിക്കുന്നതിൻ്റെ അപ്പുറത്ത് കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് കുട്ടികളോട് സംസാരിക്കാറില്ല, അതിൻ്റെ നെഗറ്റീവോ പോസിറ്റീവോ ക്ലാസ്സിൽ ചർച്ചയാവാറില്ല. ആവുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാട്ടോ, അങ്ങനെ വളരെ അപൂർവമായിട്ടുള്ള ഉണ്ടാവാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റിയിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ അടുത്തൊരു ജനറേഷനെ നമ്മൾ ഭീതിയോടെ കാണേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻ്റലക്ച്വൽ സൊസൈറ്റി അല്ലെങ്കിൽ നോളേജ് സൊസൈറ്റിയിലേക്ക് വളരുന്ന ഒരു കുട്ടികൾ എപ്പോഴും ഫുൾ ടൈം പാതിരാത്രി വരെയൊക്കെ അവർ മൊബൈൽ ഫോണിൽ ഇരിക്കുന്നതായിട്ട് ടീച്ചേഴ്സിനെ പറയും. എന്നിട്ട് രാവിലെ സ്കൂളിൽ വന്നിട്ട് കിടന്നുറങ്ങുമെന്ന്. അപ്പോൾ ഇത് ഉറങ്ങാനുള്ള സ്ഥലമായിട്ട് കുട്ടി കാണുന്നു എന്നതിൻ്റെ അർത്ഥം. അതിന് പകരം ഇത് ഉണർന്നിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സ്കൂളിൽ ആസൂത്രണം ചെയ്തേ മതിയാവുള്ളൂ. അതോടൊപ്പം ചോദിച്ചോട്ടെ, ഈ പുതിയ കാലത്തിൻ്റെ സൗകര്യങ്ങൾ, അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതിൻ്റെ അപ്ഡേഷൻ, ഇത്തരം കാര്യങ്ങളിലേക്ക് ഈ അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന സൊസൈറ്റി എത്തിപ്പെടാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അതിലേക്ക് ഒരു സിസ്റ്റത്തെ കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ഒരു ആലോചനകളോ അത് ഏതെങ്കിലും തരത്തിൽ നടക്കുന്നുണ്ടോ? അത് ഞാൻ ചോദിക്കുന്നത് ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ സംഘടനകളുടെ തലത്തിലോ അല്ലെങ്കിൽ അധ്യാപകരുടെ തലത്തിൽ തന്നെയോ നടക്കുന്നുണ്ടോ അത്തരം എന്തെങ്കിലും? നിലവിൽ ഇപ്പോൾ കരിക്കുലം മാറ്റം വരുന്നുണ്ട്, പാഠപുസ്തകം മാറുന്നുണ്ട്, അതിനൊക്കെ അനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ്ങിലൊക്കെ ഇത്തരത്തിലുള്ള AI ടൂളുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്, സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലാസ്സിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ടീച്ചറുടെ പ്രസംഗം മാത്രമായി പോവാണ്. പിന്നെ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയോയുടെ പ്രശ്നം പരിഹരിക്കാനുള്ള പ്രത്യേക പരിശീലനം രക്ഷിതാക്കൾക്കോ അധ്യാപകർക്കോ നിലവിൽ കൊടുത്തിട്ടില്ല. ഇനി വരാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ കേരളത്തിലെ SCRT ഒക്കെ ടീച്ചർ ക്ലാസ്സിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാന് ടീച്ചർ ടെക്സ്റ്റ് എന്ന പേരിൽ തന്നെ പുറത്തിറക്കുന്നുണ്ട്. അത് ടീച്ചർക്കുണ്ടാവേണ്ട ടെക്സ്റ്റാണ്. നേരത്തെ അതിന് അധ്യാപന സഹായി എന്നൊക്കെ എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ അത് സഹായിയല്ല, കുട്ടി ക്ലാസ്സിൽ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കേണ്ട ഒരു ടെക്സ്റ്റാണ്. പക്ഷേ പല അധ്യാപകരുടെയും കയ്യിൽ ഇനി കുട്ടികൾ ടീച്ചർ ടെക്സ്റ്റ് എവിടെയെന്ന് ചോദിച്ചിട്ട് അധ്യാപകരെ പുറത്താക്കുന്ന കാലത്ത് ഒരു പക്ഷേ അവരത് റെഫർ ചെയ്യുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരുടെയും കാര്യത്തിലല്ല പറയുന്നത്. അതേപോലെ ഒരു പാരൻ്റ് ടെക്സ്റ്റും ഇപ്പോൾ ആലോചനയിലുണ്ട്. പുതിയ പാഠ്യപദ്ധതി വരുന്നതോടുകൂടി സ്റ്റുഡൻറ്റ് ടെക്സ്റ്റ്, ടീച്ചർ ടെക്സ്റ്റ്, പാരൻ്റ് ടെക്സ്റ്റ്. അപ്പോൾ മാത്രമേ ഈ ഒരു കാര്യം മുമ്പോട്ട് പോകുള്ളൂ. ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ട, ഉത്തരവാദിത്തം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടാക്കാൻ ആ ഒരു പുസ്തകം സഹായിക്കുമെന്ന് വിചാരിക്കും. റൈറ്റ്. നമ്മൾ പൊതുവിൽ കേൾക്കുക കുട്ടികളിങ്ങനെ കുട്ടികൾ തമ്മിൽ തല്ലിയിട്ട് വേറൊരു കുട്ടിയുടെ പല്ലടിച്ചു ഒഴിച്ചു എന്നുള്ള സ്തോഭജനകമായ വാർത്തയാണ്. കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും, കുട്ടികൾ ഇങ്ങനെയാണോ ഇപ്പോൾ, എന്തൊരു ക്രൂരതയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ പരസ്പരം സംസാരിക്കുകയും ചെയ്യും. അതിനപ്പുറത്ത് എന്താണ് ഈ കുട്ടികൾ, ഏത് ലോകത്താണ് അവർ ജീവിക്കുന്നത്, അവരോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് അവർ എത്തിപ്പെടുന്നത് എന്ന് എത്ര പേർ ആലോചിക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരുപക്ഷെ പ്രൊഫസർ ഷെരീഫ് സംസാരിക്കാൻ ശ്രമിച്ചത് അതിനെക്കുറിച്ചാണ്. അതുതന്നെയായിരിക്കും ചിലപ്പോൾ കൃത്യമായി ഈ വിഷയത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യവും. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.